നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സീപ്ലെയിൻ പദ്ധതി ഉൾനാടൻ മത്സ്യബന്ധനത്തിന് തടസ്സമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ. പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യം. സ്വകാര്യ ബസ്സുകൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ സമയം അവസാനിച്ചു. സംസ്ഥാനമൊട്ടാകെ കർശന പരിശോധന തുടങ്ങി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ 18ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC മെമ്പർ അഡ്വക്കേറ്റ് MC ജോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ബീവറേജ് കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പടുവളത്തെ മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടുന്നതിന് നേതൃത്വം കൊടുക്കുകയും അതേ പാർട്ടിയുടെ നേതാക്കൾ ഇടപെട്ട് ചെറുവത്തൂർ ഞാണങ്കയിൽ 3 സ്റ്റാർ ബാറിന് അനുമതി നൽകുകയും ചെയ്ത CPMന്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരായും അപകട സാധ്യത പ്രദേശത്ത് ചെറുവത്തൂർ ദേശീയപാതയോരത്ത് വെച്ച് മദ്യപിക്കുവാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന CPIM നേതൃത്വം നൽകുന്ന ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സജീഷ് കൈതക്കാട് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് അച്ചാന്തുരുത്തി നന്ദിയും പറഞ്ഞു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി പ്രസിഡന്റ് സാജിദ് മൗവൽ, ബ്ലോക്ക് പ്രസിഡന്റ് KV സുധാകരൻ, P. കുഞ്ഞിക്കണ്ണൻ, KSU പ്രസിഡന്റ് പ്രദീപ് കുമാർ, മദ്യവിരുദ്ധ സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ 18ാം സംസ്ഥാന സമ്മേളനം 2013 ഒക്ടോബർ 5, 6 തീയതികളിൽ കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരിൽ 70% പേർ അണിനിരന്നിട്ടുള്ള അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടക്കുന്നത്. കാസർഗോഡ് MP കരുണാകരൻ ചെയർമാനായ സ്വാഗത സംഘത്തിന്റെ മേൽനോട്ടത്തിൽ വിപുലമായ അനുബന്ധ പരിപാടികളോടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ വനിതാ സമ്മേളനം, സെമിനാർ, പ്രതിനിധി സമ്മേളനം എന്നിങ്ങനെ 3 പ്രധാന സെക്ഷനുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒക്ടോബർ 5-ന് 11 മണിക്ക് വനിതാ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്യും. CITU അഖിലേന്ത്യാ സെക്രട്ടറി AR സിന്ധു മുഖ്യപ്രബന്ധം അവതരിപ്പിക്കും. വർക്കിംഗ് വുമൺസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാവ് VV പ്രസന്നകുമാരി ആശംസകൾ നേരും. ഒക്ടോബർ 5-ന് 3:30 നടക്കുന്ന പരിസ്ഥിതി സൗഹൃദ വൈദ്യുതി വികസനം എന്ന വിഷയത്തിലുള്ള സെമിനാർ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി AK ബാലൻ വിഷയം അവതരിപ്പിക്കും. സംഘടനയുടെ പ്രസിഡന്റ് B. പ്രദീപ് മോഡറേറ്ററായിരിക്കും. മുൻ വൈദ്യുതി ബോർഡ് അംഗം K. അശോകൻ, ചാലക്കുടി പുഴ സംരക്ഷണ സമിതി കൺവീനർ SP രവി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം TP കുഞ്ഞിക്കണ്ണൻ, വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി V. ലക്ഷ്മണൻ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ എന്നിവർ സെമിനാറിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് B. പ്രദീപ്, സ്വാഗത സംഘം ചെയർമാൻ P. കരുണാകരൻ MP, ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ, സ്വാഗത സംഘം കൺവീനർ മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാനത്ത് വേഗപ്പൂട്ട് പരിശോധന വീണ്ടും കർശനമാക്കുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ സമയം അവസാനിച്ചതോടെയാണ് പരിശോധന കർശനമാക്കുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ സമയം അവസാനിച്ചതോടെയാണ് വീണ്ടും പരിശോധനയുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. കോട്ടയത്ത് RTO TJ തോമസിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ E. അബ്ദുൽ നവാസ്, അനിൽകുമാർ TV എന്നിവരാണ് പരിശോധന നടത്തുന്നത്. ബസ്സുകൾക്ക് പുറമെ ടിപ്പറുകളിലും ചെറുതും വലുതുമായ മറ്റു വാഹനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകളിലും പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയിൽ വേഗപ്പൂട്ടിൽ വകുപ്പിന്റെ സീൽ ഘടിപ്പിച്ച ഉദ്യോഗസ്ഥൻ തന്നെ പരിശോധിച്ച ശേഷമാണ് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സംസ്ഥാനത്ത് അമിത വേഗത മൂലമുണ്ടാകുന്ന വാഹന അപകടങ്ങൾ കണക്കിലെടുത്താണ് വേഗപ്പൂട്ട് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ മുതൽ നടന്ന പരിശോധനയിൽ 15ഓളം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയും 5ഓളം വാഹനങ്ങളുടെ ഫിറ്റ്നസ് തള്ളിക്കളയും ചെയ്തിട്ടുണ്ട്. വേഗപ്പൂട്ട് പരിശോധനയ്ക്കൊപ്പം ഹെൽമറ്റ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടത്താനായി പ്രത്യേക സ്ക്വാഡുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്.
വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. കൊല്ലം മേയറുടെ വാഹനത്തിൽ നിയമം ലംഘിച്ച് ചുവന്ന ബീക്കൺ ലൈറ്റ് സ്ഥാപിച്ചതിൽ അപാകത ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മേയറുടെ വാഹനം തടഞ്ഞു. മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറി. മേയറുടെ വാഹനം തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാത്തതിൽ പ്രതിഷേധിച്ച് മേയറുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ വാഹനം തടഞ്ഞു വെക്കുകയും കോർപ്പറേഷൻ ഗേറ്റ് താഴിട്ട് പൂട്ടുകയും ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പോലീസ് വാഹനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു മേയർ. കൊല്ലം മേയറും തിരുവനന്തപുരത്തെ മേയറും കോഴിക്കോട് മേയറും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. രാഷ്ട്രീയത്തിന് അവർ വില കൊടുത്തിരിക്കുകയാണ്. ഇത് പൊളിറ്റിക്സ് അല്ല. ഇത് മേയറുടെ ലൈറ്റ് എന്ന് പറയുന്നത് കേരള സംസ്ഥാന ഗവൺമെന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല. അതുകൊണ്ട് തിരുവനന്തപുരം മേയറും കോഴിക്കോട് മേയറും കൊല്ലം മേയറും ലൈറ്റ് ഊരിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കൊച്ചി മേയർ കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസ് മന്ത്രിസഭയുടെ തീരുമാനത്തെയാണ് ധിക്കരിച്ചുകൊണ്ട് അയാൾക്ക് ഒരു ലൈറ്റും വേണ്ട, ലൈറ്റ് ഊരി ഇറങ്ങിയിരിക്കുകയാണ്. ഈ യൂത്തന്മാർ കാണുന്നുണ്ടോ? അത് യൂത്ത് കോൺഗ്രസ്സുകാർ കാണുന്നുണ്ടോ? കൊച്ചി മേയർ ഒരു ലൈറ്റ് ഇല്ല കിടക്കുകയാണ്. ഇത് കൊല്ലത്ത് അതുകൊണ്ട് പരാതി കൊടുക്കുക. ഇന്ന് ഞാൻ വന്ന ഔദ്യോഗിക വാഹനം തടഞ്ഞുകൊണ്ട് എന്നെ ആക്രമിക്കുവാനും എന്നെ അടിക്കുവാനും ഒരുങ്ങിയ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർക്ക് അകത്ത് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഈസ്റ്റ് എസ്.ഐ ഗോപൻ എന്നോട് പറയുന്നു, നിങ്ങളെ അടിച്ച പാടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഈ ധിക്കാരിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയമപരമായ നടപടിയെടുക്കാൻ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ഇതിനകത്ത് പാർത്തിരുന്നുകൊണ്ട് ഞാൻ വന്നിറങ്ങിയപ്പോൾ എന്നെ ആക്രമിക്കാനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആക്രമിക്കാൻ വന്ന പോലീസ് ആ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ള അറസ്റ്റ് ചെയ്യുന്നതിന് കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇത് എവിടുത്തെ നിയമമാണ്? ഇത് എവിടുത്തെ നീതിയാണ്? പോലീസ് ഇവിടുത്തെ ഞങ്ങൾക്ക് സംരക്ഷകരാവേണ്ട, ഞങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ഈ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പണിയുമായിട്ട് വന്ന യൂത്ത് കോൺഗ്രസിന് സംരക്ഷകരായി കോർപ്പറേഷൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പോലീസ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കമ്മീഷണർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ഈസ്റ്റ് എസ്.ഐക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് മേയർ വാഹനം വിട്ടു നൽകിയത്. തീരക്കടലിലൂടെ വിനോദസഞ്ചാരത്തിനുള്ള സീപ്ലെയിൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യമായി മത്സ്യത്തൊഴിലാളികൾ. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ പദ്ധതി നടപ്പിലാക്കരുതെന്നാണ് ആവശ്യം. ആയിരക്കണക്കിന് പരമ്പരാഗത ചെറുകിട മീൻപിടുത്തക്കാർ മഞ്ചേശ്വരം മുതൽ പൊഴിയൂർ വരെയുള്ള തീരക്കടലിൽ ഉപരിതല മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ്. തീരക്കടലിലൂടെ കുതിച്ചുപായുന്ന സീപ്ലെയിനുകൾ മത്സ്യബന്ധന വലകൾ കീറിമുറിച്ചുകൊണ്ടായിരിക്കും സഞ്ചരിക്കുക. അതിനാൽ സീപ്ലെയിൻ പദ്ധതിക്ക് അനുമതി നൽകിയ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊഴിയൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള കടലിൽ ഉപരിതലത്തിൽ തീരക്കടലിൽ മീൻ പിടിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും. കടലിൽ പോകുന്ന 2 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട് കടലിൽ നേരിട്ട് പോകുന്ന. അവരിൽ 90% ആളുകളും ഈ തീരക്കടലിൽ ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നവരാണ്. അപ്പോൾ ഏത് വഴിയാണ് ജെറ്റ് ഓടിക്കാൻ പോകുന്നത്? അപ്പോൾ ഞങ്ങളുടെ വല കീറി മുറിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ അനുവദിക്കില്ല. അതിന് തടയുകയല്ല മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നില്ല. ഇനി കടലിലാണ് സമരം നടത്താൻ. 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടൽ പ്രദേശം മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടം ടൂറിസ്റ്റ് ലോബികൾക്കും ചരക്ക് കപ്പൽ ഗതാഗതത്തിനും തീരെഴുതാനാവില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കടൽ മാർഗമുള്ള കള്ളക്കടത്തിന് വഴിവെക്കുമെന്നതിനാൽ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും കടലിന്റെ മക്കൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ മുൻനിർത്തി ദേശീയവ്യാപകമായി മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തുമെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അറിയിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 കുറയ്ക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ യുവതീ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കുട്ടികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമായ ഇത്തരം നടപടിക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർന്ന് പ്രതികരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം. തിരുവോണാഘോഷം അവിസ്മരണീയമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. പ്രസിഡന്റ്സ് ട്രോഫി ജലമേളയുടെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
കേരളപ്പിറവി ദിനത്തിൽ അഷ്ടമുടിക്കായലിൽ നടത്തുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലമേളയ്ക്ക് സർക്കാർ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഇത് 3ാമത്തെ വർഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 വർഷവും ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു. 3ാമത്തെ വർഷം ഈ ജലോത്സവം കടന്നു വരുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന കാര്യം, 3 വർഷം എന്ന് പറയുമ്പോൾ അത് വ്യക്തിക്കായാലും പ്രസ്ഥാനത്തിനായാലും ഏതായാലും അത് ശൈശവ ഘട്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കൊല്ലം പ്രസിഡന്റ്സ് ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷം കൊണ്ട് അതിൻ്റെ ശൈശവവും ബാല്യവും പിന്നിട്ട് യൗവനഘട്ടത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് അത് വളർന്ന് വലുതായി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് 2-3 വർഷം കഴിയുന്നതോടുകൂടി ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന ജലോത്സവങ്ങൾ ഒന്നായി ഇന്ന് തന്നെ അതിന് വളരെ വലിയ പ്രസക്തിയും മാനവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. PK ഗുരുദാസൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AARCS MLA മേയർ പ്രസന്ന എണസ്റ്റ്, ഡെപ്യൂട്ടി മേയർ K ഗോപിനാഥൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, ജില്ലാ കളക്ടർ B മോഹനൻ, ADM രാജു, A യൂനിസ് കുഞ്ഞ്, KC രാജൻ, ശൂരനാട് രാജശേഖരൻ, K കരുണാകരൻ പിള്ള, G ലാലു, മോഹൻ ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഗോള വ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത് UPA സർക്കാരിന്റെ നടപടിയാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. മതേതരത്വം ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് രമേശ് പറഞ്ഞു. ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ മതേതരത്വത്തിന് പുതിയ വെല്ലുവിളികളാണ് മോദി ഉയർത്തുന്നത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഏജന്റാണ് നരേന്ദ്രമോദിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വൻകിട കമ്പനികൾ, ആളുകളിൽ പ്രവർത്തിക്കുന്ന മുതലാളിമാരുടെ ഏജന്റായിട്ടാണ് നരേന്ദ്രമോദി നിലനിർത്തുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കോലത്ത് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് പാറശാലയിൽ സ്വീകരണം നൽകി. മന്ത്രി VS ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഘോഷയാത്രയെ സ്വീകരിക്കാനെത്തിയിരുന്നു. പടുവളത്തെ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ സമരം നടക്കുമ്പോൾ തൊട്ടടുത്ത ചെറുവത്തൂർ ഞാണങ്കയിൽ നക്ഷത്ര ഹോട്ടലിൽ ബാർ തുടങ്ങുന്നതിന് എതിർപ്പില്ലാ രേഖ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപടിക്കെതിരെ ചെറുവത്തൂരിലെ പാർട്ടി ഗ്രാമത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. തുടക്കത്തിൽ മൗനം പാലിച്ച DYFIയുടെ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. തുരുത്തി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി കാരിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.